നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുണ്ടല്ലോ കുറച്ച് കുർത്തീസും ഒരു ടൈപ്പ് സാരീസും, അത് ഓഫർ റേറ്റിലുള്ള സാരിയാണ്. കുർത്തീസ് പിശുക്കി ഒരു 4-5 കുർത്തി, 4-5 മോഡല്, ഒരു സെമി പ്രീമിയം കാറ്റഗറിപ്പെട്ട കുർത്തിയാണ് ഇത്. നമ്മുടെ ആദ്യത്തെ കുർത്തി ഇതാ, നമ്മുടെ മൽച്ചന്തേരി ഇപ്പം എല്ലാവരുടെയും ഫേവററ്റ് ഫാബ്രിക് എന്ന് പറഞ്ഞ പോലെ ഏറ്റവും ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന ഒരു ഫാബ്രിക്. ഇങ്ങനെ ഇവിടെ സെൻട്രൽ പോർഷനിൽ മാത്രം നല്ല പ്ലീറ്റഡ് അയണിങ് ചെയ്ത ഗാദേഴ്സ് പോലെ കൊടുത്തിരിക്കുക. പ്ലീറ്റഡ് അയണിങ് ചെയ്ത് കാഷ്വലായിട്ടും ഫോർമലായിട്ടും ഒക്കെ ഇടാൻ പറ്റുന്ന കുർത്തി. ഇവിടെ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്, ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ മൽച്ചന്തേരിയുടെ ഏറ്റവും ക്വാളിറ്റി ഉള്ള, അതായത് ഏറ്റവും സിൽക്കി ആയിട്ടുള്ള, മൽച്ചന്തേരി സിൽക്ക് എന്നാ പറയുന്നത്, മൽച്ചന്തേരി സിൽക്കിന്റെ ഏറ്റവും സിൽക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയ സ്റ്റഫാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് എ-ലൈൻ കുർത്തിയാണ്. ഒരു ഫ്രോക്ക് മോഡലായിട്ട് വേണേലും ഇടാം, അല്ലാതെ 3 പീസ് സെറ്റ് ആയിട്ട് വേണേലും. ടോപ്പ് ബോട്ടം ദുപ്പട്ട അടങ്ങിയതാണ്. ലൈനിങ് വെച്ചിട്ടുണ്ട്, ഉണ്ടോ? നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ടോപ്പ് ഇതിട്ടിട്ടോ മീൻസ് ബോട്ടം ഇട്ടോ ഇടാതെയോ അങ്ങനെ വേണമെങ്കിലും ഇടാം. കാഷ്വൽ ആയിട്ട് ഇടാം, ഫോർമൽ ആയിട്ട് ഇടാം. നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് ഇതിന്റെ ബോട്ടം വന്നിട്ട്. വേണ്ട ബോട്ടം ഇതാണ്. ഇത് കണ്ടോ, മൽച്ചന്തേരിയുടെ തന്നെ ഇങ്ങനെ ചെറിയ സ്ലിറ്റ് സൈഡിൽ വരുന്ന ബോട്ടം, സെയിം മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ ദുപ്പട്ട എന്ന് പറയുന്നതും അതും മൽച്ചന്തേരിയുടെ തന്നെ. അവിടെ ബോഡിയിൽ ബുട്ടാസ് കൊടുത്തിട്ടുണ്ട്, സ്കാലപ്പും കൊടുത്തിട്ടുണ്ട്. ബുട്ടാസ് ഇല്ല, സ്കാലപ്പ് മാത്രമേ ഉള്ളൂ തോന്നുന്നു. ബുട്ടാസ് ഇല്ല, ഇങ്ങനെ സ്കാലപ്പ് വർക്ക് ചെയ്ത പ്ലെയിൻ ആയിട്ടുള്ള ദുപ്പട്ടയും കൂടെ. നല്ല ബ്ലാക്ക് ആണ്, നല്ല ഒരു സ്റ്റൈലിഷ് ലുക്ക് കിട്ടാനായിട്ട് ഒത്തിരി നല്ലതാണ്. നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്. ഇതാണ് ആദ്യത്തേത്. അടുത്ത കുർത്തി എന്ന് പറയുന്നത് ഇതാണ്. നല്ല മൽച്ചന്തേരി അല്ല, മൽക്കോട്ടന്റെ ഫാബ്രിക്. ഇത് ഈ പറഞ്ഞ പോലെ ഭയങ്കര കംഫർട്ട് ആഗ്രഹിക്കുന്ന, കാഷ്വൽ നല്ല കംഫർട്ട് ആയിട്ടുള്ള ഇതിടാൻ ആഗ്രഹിക്കുന്ന നല്ല സിമ്പിൾ ബട്ട് എലഗന്റ് ആയിട്ടുള്ള കുർത്തി. നോക്ക്, ഇതിന്റെ ദാമൻ പോർഷനിൽ ഫുള്ള് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുക. ആപ്ലിക് വർക്ക് വിത്ത് എംബ്രോയിഡറി വർക്കായിട്ട് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയല്ലേ? ഇതുണ്ട്. ടോപ്പ് വരും, ഇതിന്റെ മുകളിലത്തെ പോർഷൻ വരുമ്പോൾ ദേണ്ട ഇങ്ങനെ ഇരിക്കും. അടുത്ത കുർത്തി ഇതാണ്. നല്ലൊരു അടിപൊളി കുർത്തി. എന്തേരെ പറഞ്ഞ് വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. മൽക്കോട്ടൺ ഫാബ്രിക് ആണ്. നല്ല സുഖമാണ് ബോഡിക്ക് ഇടാനായിട്ട്, എന്നാൽ നല്ല പാർട്ടി വെയർ ആയിട്ട് ഇടാം. ഒരേ സമയം നല്ല സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള കുർത്തി. ഇത് വന്നിട്ട് ആപ്ലിക് വർക്കും എംബ്രോയിഡറി വർക്കും എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്തിരിക്കുക. ദാമൻ പോർഷനിൽ ഒരു ക്രീം ഷെയ്ഡാണ് ഇതിന് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മിൽക്കി വൈറ്റ്, ഓഫ് വൈറ്റ് കളറാണ്. കയ്യിലും ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നല്ല ഒട്ടും ചൂടോ കാര്യങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നും എടുക്കത്തില്ല. നല്ല ക്വാളിറ്റിയുള്ള മൽക്കോട്ടന്റെ തന്നെ ലൈനിങ് വിട്ട് ഒരു കുർത്തി ഇതാ. അതിന്റെ ബോട്ടം വന്നിട്ട് ഇത് സെയിം തന്നെ. ദുപ്പട്ട വരുമ്പോൾ വേണ്ട ഇങ്ങനെ ഇരിക്കും. ഈ ഒരു ദുപ്പട്ട ഉണ്ടോ, ഇങ്ങനെ ഇരിക്കും. നല്ല കുർത്തി. ഇതിന്റെ തന്നെ കളർ ചേഞ്ച് ഉണ്ട്. നല്ല ആപ്ലിക് വർക്കും ഇതെല്ലാം കൂടെ കിട്ടും. നല്ലൊരു സ്റ്റൈലിഷ് കുർത്തിയായിട്ട് നമുക്ക് ഓരോ ഫംഗ്ഷനുകൾക്കും, ഇനി ഇതിന് വേറെ കോൺട്രാസ്റ്റ് ദുപ്പട്ട ഇടണമെങ്കിൽ അങ്ങനെ ഇടാം, ഈ ദുപ്പട്ട ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. ഫംഗ്ഷന് ഒക്കെ ഇതിന് ചേരുന്ന അക്സസറിയും കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായി, ഭയങ്കര നല്ലതായി. ഇതിന്റെ റേറ്റ് അതുപോലെ ബാക്കി കാര്യങ്ങളില്ലേ, വില കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. റേറ്റും വിലയല്ല, റേറ്റ് പിന്നെ സൈസസ് അതെല്ലാം സ്ക്രീനിലുണ്ട്. ഇനി അതിന്റെ വേറൊരു കളർ, വൈറ്റ് വേണ്ടാത്തവർക്ക് പിസ്ത ഗ്രീന്റെ ഷെയ്ഡ്, അത് തന്നെ സെയിം കുർത്തിയാണേ. കണ്ടോ, അതേ എംബ്രോയിഡറി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുർത്തി. എല്ലാ കുർത്തി വരുമ്പോഴും ഈ മൽക്കോട്ടൺ കണ്ട അപ്പോഴേ എനിക്ക് വേണം. മൽക്കോട്ടൺ മോഡാൾ, ഇത് രണ്ടും കണ്ട അപ്പോഴേ എനിക്ക് വേണം. ഇതുണ്ടോ, ടൈപ്പിങ് കൊടുത്തിട്ട് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഒരു ബട്ടണൊക്കെ പിടിപ്പിച്ച്, ഇതിന്റെ തന്നെ ആപ്ലിക് വർക്ക് ചെയ്ത ബട്ടണൊക്കെ പിടിപ്പിച്ച്. ഇത് ഷോള് വരും, ബുട്ടാസുള്ള ഷോള്. ദുപ്പട്ട ഇങ്ങനെ വരും. മൽക്കോട്ടൺ ആണ് ഫാബ്രിക്. മൽക്കോട്ടൺ എന്നാ പറഞ്ഞേ, ഇത് ബോട്ടം, ഇത് ദുപ്പട്ട. ഞാൻ പറയുന്നല്ല തെറ്റിച്ചാ പറയുന്നെന്നും പറഞ്ഞ് ഇവരെ ഇവിടെ നിന്ന് പറയൂ എന്നോട്. മൽക്കോട്ടന്റെ ഫാബ്രിക്കിന് നല്ല റേറ്റ് ഉള്ള ഫാബ്രിക് കേട്ടോ. നല്ല, അതായത് പ്യുവർ കോട്ടൺ, ഒരു തുള്ളി പോലും മിക്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് ഭയങ്കര ബോഡിക്ക് കംഫർട്ടാണ്. എന്നാൽ നല്ല ഒട്ടും ഒരു എലഗന്റ് അല്ലാത്ത ഒരു ലുക്ക് ഫീൽ ചെയ്യത്തില്ല. അടുത്തത് ഇത് ലൈറ്റ് ബ്ലൂ, കണ്ടോ, ഇങ്ങനെ ബോട്ടം
ദുപ്പട്ട ഇങ്ങനെ ഇതിന്റെ പീച്ചും ബ്ലൂവും കൂടെ. ഈ എംബ്രോയിഡറി വർക്ക് നല്ലതായിട്ട് കാണണം കേട്ടോ, അതിനാണ് ഭംഗി. ഞാനിങ്ങനെ കൺഫ്യൂഷൻ, ഏതായാലും 3 കൂടി എടുത്ത് ഒരുപോലത്തെ ഒരു ചുരിദാറിന്റെ കയ്യലും ഇങ്ങനെയുണ്ട്, ഇടണ്ട. പക്ഷെ ഇതിൽ ഏതാ നല്ല കളർ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങളൊക്കെ പറയാം ഏതാ നല്ല കളർ. എന്റെ നോട്ടത്തിൽ ക്രീം കളർ തന്നെയാണ് ഉറപ്പായിട്ടും, സ്വാഭാവികമായിട്ടും എന്നാണേലും നല്ല കളർ. എനിക്കതാണ് ഇഷ്ടമേ, എനിക്ക് എടുക്കാനാണെങ്കിൽ. അതായത് ഇനി ഒരു കുർത്തി വന്നിട്ട് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ്, ലൈറ്റ് അതായത് സാൻഡൽ ഷെയ്ഡ്. അത് നിറച്ച് എംബ്രോയിഡറി വർക്കാണ് കണ്ടോ. താഴത്തെ പോർഷനിൽ ഫുള്ള് എംബ്രോയിഡറി വർക്ക്. ആ ഒരു സാൻഡൽ ഷെയ്ഡിൽ കൂടെ ഡാർക്ക് പീച്ച്, നല്ല ഇത് കണ്ടോ, നല്ല സുന്ദരമായിട്ട് എംബ്രോയിഡറി വർക്ക്, ഗ്ലാസ് വർക്ക് ഇതെല്ലാം ചെയ്ത്. ദാമൻ പോർഷന് എ ലൈൻ ആണ്. ആ കുർത്തി ഇപ്പൊ കാണിച്ച കുർത്തീസ് എല്ലാം എ ലൈൻ ആണ് കേട്ടോ, സ്ലിറ്റഡ് അല്ലല്ലോ അല്ലേ. ഇതും എ ലൈൻ കുർത്തിയാ. കയ്യേലും ആ ഒരു വർക്ക്. സ്ലിറ്റഡ് ആണോ? സ്ലിറ്റഡ് അല്ല. എന്നിട്ട് ഇവിടെ ഇത് കണ്ടോ, നെക്കിന്റെ പോർഷനിലും ആ ഒരു വർക്ക് ഇങ്ങനെ കൊടുത്തിരിക്കുക. ഇതും മൽക്കോട്ടന്റെ ഫാബ്രിക് തന്നെയാണ്, പക്ഷെ ഇങ്ങനെ ഒരു ലൈൻസ് പോയിട്ട് നല്ല ഭംഗിയായിട്ട് ഉള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റഫ്. കയ്യേലും ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് മീഡിയം, അതുകൊണ്ട് കയ്യാലും ഇങ്ങനെ ഫുള്ള് വർക്ക് കൊടുത്തേക്കുക. നല്ല രസമാണ് കാണാൻ, നല്ലതായിട്ട് പണിയെടുത്ത കുർത്തിയാണ്. ഇവിടെ ഒരു കെട്ട്, എന്നിട്ട് ഈ ഒരു നെക്ക് പോർഷനിൽ ചെറിയ ഒരു ബീഡ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ടൈ ഇതൊക്കെ വെച്ച് ഭംഗിയായിട്ടുള്ള കുർത്തി. അതിൻ്റെ നല്ല ഡാർക്ക്, നല്ല കളറ് തോന്നിക്കുന്ന, ആർക്കും കളറ് തോന്നിക്കുന്ന ഒരു കളറായിട്ട്. ദുപ്പട്ട വരുമ്പം വേണ്ട ഇങ്ങനെ വരും, അവിടെ അവിടെ ബൂട്ടാസ് ഒക്കെ ആയിട്ട്. ഇതാണ് അടുത്ത കുർത്തി. ഇനി ഒരു എല്ലാം ഫങ്ഷൻ വെയർ കുർത്തീസ് ആട്ടോ. ഇനി ഇത് ഇടേണ്ടവർക്ക്, സ്ലീവ്ലെസ് ഇടേണ്ടവർക്ക് ഇങ്ങനെ ഇടാം. ഇത് കണ്ടോ, ഇതിന്റെ കളറ് റെസ്റ്റ് ഓറഞ്ച് അല്ലെങ്കിൽ ബേൺഡ് ഓറഞ്ച് കളർ. എന്നിട്ട് നിറച്ച് ആപ്ലിക്ക് വർക്കും അതുകൂടാതെ ബീഡ്സ് വർക്കും ചെയ്തിട്ടുണ്ട്. ആപ്ലിക്ക് വർക്കിന്റെ ഉള്ളിൽ കൂടി ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. സൈഡിൽ കൂടെ ഇങ്ങനെ വർക്ക് ചെയ്തേക്കുക. അതിങ്ങനെ ബോഡിയുടെ താഴ്ഭാഗത്തും ഉണ്ട്. ഇങ്ങനെ ഇങ്ങനെ വന്ന് പോയിരിക്കുക. ഇതിനകത്ത് ഇനി സ്ലീവ്ലെസ് അല്ല, നിങ്ങൾക്ക് സ്ലീവ് വേണമെങ്കിൽ 3/4 സ്ലീവ് ഇൻസൈഡ് ഉണ്ട്. ഇത് കണ്ടോ, ഇൻസൈഡ് 3/4 സ്ലീവ് ഉണ്ട്, അത് വേണമെങ്കിൽ പിടിപ്പിക്കാം. ഇത് സ്ലീവ്ലെസ് ആയിട്ട് ഇടാനും നല്ല ഭംഗിയായിരിക്കുവേ, നല്ല രസമാണ് കാണാനായിട്ട്. ഒരു ഇങ്ങനത്തെ ഒരു സൈസ് വീനക്ക്, വൈഡ് ആയിട്ടുള്ള ഒരു വീനക്ക്, അതിൽ ഒരു ബീഡ്സ് കൊടുത്തിട്ട്. ഇത് ബോട്ടം ഇല്ല, കോഡ് സെറ്റ് ആയിട്ട് ഇടുന്നത്. അല്ല സോറി, ദുപ്പട്ടയില്ല, ഞാൻ പറയുന്നത് മുഴുവൻ തെറ്റിച്ചാ പറയുന്നത്. ദുപ്പട്ടയില്ല, കോഡ് സെറ്റ് ആട്ടോ. സെയിം എന്നാ പറയുന്നേ, ഹാൻഡ്ലൂം കോട്ടന്റെ നല്ല മെറ്റീരിയൽ. ലൈനിങ് ഇല്ല കേട്ടോ, ലൈനിങ്ങിന്റെ ആവശ്യമില്ല. ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് കൈ കിട്ടിക്കഴിയുമ്പോൾ മനസ്സിലാവും, ലൈനിങ് ഒന്നും ആവശ്യമില്ല. ഹാൻഡ്ലൂം കോട്ടന്റെ മെറ്റീരിയൽ അല്ല, ലൈനിങ് ആവശ്യമില്ല. നല്ല സ്റ്റൈലായിട്ട് തയ്ച്ചേക്കുന്ന കുർത്തീസ്. ഇതിന്റെ കൂടെ കുറേ കുർത്തീസ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുത്ത ദിവസങ്ങളിൽ മാക്സിമം എണ്ണം കാണിക്കാൻ ശ്രമിക്കാം. ഇതാണ് ഒരു കുർത്തി. ഇനി അടുത്ത കുർത്തി, ഇതൊരു നല്ല വെറൈറ്റി പൗഡർ ബ്ലൂവിന്റെ ഒരു നല്ലൊരു ഷെയ്ഡ്. നമ്മൾ എപ്പോഴും കണ്ടിട്ടില്ലെന്നൊന്നും പറയുന്നില്ല, എന്നാലും നല്ലൊരു കുർത്തി ഉണ്ടോ. ഫുള്ള് എംബ്രോയിഡറി വർക്കാണ്. ഇതിന്റെ സെന്റർ പോർഷൻ പൊട്ട് താഴെ വരെ എംബ്രോയിഡറി വർക്കാണ്. എ ലൈൻ കുർത്തിയാണ്. നെക്കയില് ഇങ്ങനെ ഒരു ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു സീക്വൻസ് കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിൽ ഇവിടെ മാത്രം. നല്ല ഒരു കളറ്. അതുപോലെ ബോട്ടം ഇത്, ദുപ്പട്ട സെയിം തന്നെ, അത് തന്നെ ദുപ്പട്ട. നല്ല കുർത്തീസാണ്, ഇടാനാണ് ഏറ്റവും സുഖം, കാണാനും ഭംഗിയാണ്. വെറൈറ്റി കളേഴ്സും കോമ്പിനേഷൻസും എല്ലാം നല്ലതാ. ഇഷ്ടമുള്ളവർ വാങ്ങിച്ചോളൂ. സൈസസ് എല്ലാം സ്ക്രീനിലുണ്ട്. ഇനി ഞാൻ ഒരു മോഡല് സാരി കാണിക്കാവേ. ഇതിലെ നമ്മുടെ സെമി റോസ് സിൽക്കിന്റെ സാരിയാണ്. ഓഫർ റേറ്റിലാണ് തരുന്നത്. ആകെ സിംഗിൾ പീസസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഒന്നും കൂടെ ഇല്ല, ഒറ്റ പീസസും കൂടെ കൂടുതലില്ല. എല്ലാത്തിനും ഇപ്പൊ ഈ 5 എണ്ണം കാണിച്ച 5 എണ്ണം മാത്രം വെച്ചോണ്ടുള്ള കസർത്താണ് ഇവിടെ നടക്കുന്നത്. ഇതാണ് സാരി, സെമി റോസ് സിൽക്കാണ്. സ്റ്റഫ് ഫുള്ള് എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കണ്ടോ, ഇതാണ്. മുന്താണിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. മുന്താണിയിലും ബോഡിയിലും എല്ലാം ബുട്ടായുണ്ട്. മുന്താണിക്ക് ടാസിൽ വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ കളർ വന്നിട്ടുണ്ടല്ലോ, ഒരു പിസ്ത ഗ്രീനിന്റെ ഒരു ലൈറ്റും ഒരു ഡബിൾ ഷെയ്ഡ് പോലെ ഫീൽ ചെയ്യിക്കുന്നു. പിസ്ത ഗ്രീനും ലീഫ് ഗ്രീനും കൂടെ ചേർന്ന ഒരു ലൈറ്റ് ഷെയ്ഡ് ബോഡിക്ക് പോയിട്ടുണ്ട്. ഇവിടുത്തെ എംബ്രോയിഡറിയുടെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ പിങ്ക്, പീച്ച്, പിന്നെ മെറൂണ്, അങ്ങനെയെല്ലാം കൂടെ കൂട്ടി എംബ്രോയിഡറി
വർക്ക് ചെയ്തിരിക്കുക. ഫുള്ള് ബോഡിയിലും ഉണ്ട്. ബോഡിയിൽ ചെയ്തിരിക്കുന്ന ബുട്ടാസ് എംബ്രോയിഡറി തന്നെയാണ്. അത് കണ്ടോ. പിന്നെ ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ ആണ്. ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ ആണ്. ഇനി ഇതിന്റെ റേറ്റും കൂടെ ഞാൻ പറയാതെ റേറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. എടുക്കാൻ തുടങ്ങിയോ? 1680 ഇപ്പോഴത്തെ റേറ്റ്. 2680 ഇതിന്റെ ശരിക്കുള്ള റേറ്റ്. ഇതാണ് മൊത്തത്തിലുള്ള സാരി. ഉണ്ടോ? ഒരു ഒറ്റ പീസ് വെച്ചേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ആകെ ഇത്രയേ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും റേറ്റ് കുറച്ച് ഇട്ടേക്കുന്നത്. നല്ല സാരിയാണ്. ഫുൾ എംബ്രോയിഡറി ചെയ്ത റോസ് സിൽക്കിന്റെ സ്റ്റഫും കൂടെയാണ്. ഇനി ഇതിന്റെ കളർ ചേഞ്ചസ് ഉള്ളത് കാണിച്ചു തരാം. അടുത്ത കളർ ദേ ബ്ലൂ. നല്ലൊരു ബ്ലൂ അല്ലേ ഇത്? സഫയർ ഗ്രീൻ അല്ലേ? സഫയർ ഗ്രീൻ ഷെയ്ഡാ. നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. ഈ എംബ്രോയിഡറി വർക്ക് നല്ല എന്നാ ഫിനിഷിങ്ങോട് കൂടി അത് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കുക. ഇത് രണ്ട് സൈഡിലും ഉണ്ട്, ബോഡിയെ ഫുള്ളും ഉണ്ട്. അതാണ് അതിന്റെ റേറ്റ്. 1680 രൂപയ്ക്ക് ഇപ്പൊ ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു റേറ്റ് കുറവാണ്. മസ്റ്റാർഡ് യെല്ലോ തന്നെ. ഇതിനകത്തെല്ലാം ഓരോ കവർ വെച്ചിരിക്കുന്നത് കയറ്റിയിടാനല്ലേ. മസ്റ്റാർഡ് യെല്ലോ. ഇത് കണ്ടോ, സെമി റോസ് സിൽക്കാണ് ഫാബ്രിക്. ഒത്തിരി കട്ടിയുള്ളത്. റോസ് സിൽക്കിന്റെ ഇങ്ങനെ റോസ് സിൽക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഇച്ചിരി കട്ടിയും പരിപരിപ്പും ഒക്കെ എന്നാണ്. പക്ഷേ ഇത് നല്ല സോഫ്റ്റ് ആണ്. കട്ടി കൂടിയതും വരും, കട്ടി കുറഞ്ഞതും വരും. നല്ല സോഫ്റ്റ് ആണ്. ഇതേ കൂടെ കൂടുതൽ പോയിരിക്കുന്ന കളർ ഗ്രീനാ. ഇപ്പം ബ്ലൗസ് ഇത് സെയിം ആണ്. ഇത്ര അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബ്ലൗസ് ഇതിന്റെ പ്ലെയിൻ ബ്ലൗസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് റോസ് സിൽക്കിന്റെ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് വേണമെങ്കിൽ ഇടുകയും ചെയ്യാം. ഇത് ലാവണ്ടർ, ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡ്. നല്ല കറക്റ്റ് കളർ തന്നെയാണോ കിട്ടുന്നത്? ഇത്രയേ ഉള്ളൂ. നല്ല ലാവണ്ടർ ഷെയ്ഡാട്ടോ. നല്ലൊരു പ്രസരിപ്പൊക്കെ തോന്നിക്കുന്ന ഒരു ലാവണ്ടർ ഷെയ്ഡാ. ഇത്രയേ ഉള്ളൂ കേട്ടോ സാരി. ഇനി എന്നാ പറയാ, കുർത്തീസ് ഒത്തിരി നമുക്ക് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഇത് വന്നതേ ഞാൻ അതിനകത്തുനിന്ന് ഒരു 3-4 കുർത്തീസ് അല്ല, ചുരിദാർ സെറ്റ് 3 പീസും കോട്ട് സെറ്റും ആയിട്ടുള്ളത് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് 3 പീസ്. അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.